തൻ്റെ സമാധാനത്തിൻ്റെയും കരുണയുടെയും ഉപകരണങ്ങളായി ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്ന ചിലരുണ്ട്. ദൈവത്തിൻ്റെ സവിശേഷമായ തെരഞ്ഞെടുപ്പിനൊപ്പം അവരുടെ പൂർണ്ണ സമർപ്പണം കൂടി ചേരുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ദൈവിക കരുണയുടെ നീർച്ചാലുകളായി മാറിയ വലിയ ശുശ്രൂഷാ മേഖലകളിൽ പലതും രൂപപ്പെട്ടിട്ടുള്ളത് ചില വ്യക്തികളുടെ സമർപ്പണം തന്നെയായ അടിത്തറയുടെ മേലാണ്. പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ അന്ന് ലോകം അഭിമുഖീകരിച്ചിരുന്ന നിസ്വാർത്ഥ സ്നേഹപ്രവൃത്തികളുടെ കുറവ് പരിഹരിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു ഡച്ച് യുവതി ഇറ്റലിയിൽ ജീവിച്ചിരുന്നു. ലോറ ലെറോക്സ് എന്ന ആ സ്ത്രീക്ക് ലഭിച്ച ദൈവിക പ്രേരണയാണ് ഫ്രാൻസിസ്കൻ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് സേക്രഡ് ഹാർട്ട് എന്ന മഹത്തായ സന്യാസിനി സമൂഹം രൂപം കൊള്ളുവാനിടയാക്കിയത്. പൂർണ്ണമായും ഫ്രാൻസിസ്കൻ ചൈതന്യത്തിൽ രൂപപ്പെടുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ഈ സമൂഹം വളരെ പെട്ടെന്ന് തന്നെ ലോകമെമ്പാടും സ്വീകാര്യത കൈവരിച്ചു. ഞങ്ങളുടെ സഭ ഫ്രാൻസിസ്കൻ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ദ സേക്രഡ് ഹാർട്ട് 1861 ഏപ്രിൽ 21 നോർത്ത് ഇറ്റലിയിലുള്ള ജമോണയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഡച്ച് സ്ത്രീ ലാവറ ലിറോക്സ് ബൊഫോർമണ്ട് ഫാദർ ഗ്രിഗോറിയുടെ സഹായത്തോടെയാണ് സഭ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ സഭയുടെ പ്രധാന ലക്ഷ്യം ആതുര ശുശ്രൂഷയും പാവപ്പെട്ട കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇവാഞ്ചലൈസേഷനും ഞങ്ങളുടെ മെയിൻ ക്യാരിസുമാണ്. ആരംഭിച്ച ഉടനെ തന്നെ ജമോണ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് ഒരുപാട് പാവങ്ങളും ആവശ്യമുള്ളവരും അത്യാവശ്യമുള്ളവരും ഉണ്ടായിരുന്നു. ആ പാവപ്പെട്ട കുട്ടികൾക്കായിട്ട് അവിടെ തന്നെ ഒരു ഓർഫനേജ് തുടങ്ങുമായിരുന്നു. ഉടനെ തന്നെ എല്ലാ ഇൻ്റർനാഷണൽ ലെവലിലേക്കാണ് ദുഃഖേസ ഈ മഠം സ്ഥാപിച്ചത്. മിഷനറി സിസ്റ്റേഴ്സ് എന്ന് തന്നെ ആദ്യത്തെ പേരായിരുന്നു. അങ്ങനെ 4 വർഷത്തിനകം ഉടനെ തന്നെ നോർത്ത് അമേരിക്കയിലേക്ക് 3 സിസ്റ്റേഴ്സിനെ അയക്കുകയും അവിടെയുള്ള ഇറ്റാലിയൻസിനെ സഹായിക്കാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ച് അങ്ങനെ 1865 ഞങ്ങളുടെ 3 സിസ്റ്റേഴ്സ്, ഒരാൾ സ്വിറ്റ്സർലൻഡ്, ഒരു ജർമ്മൻ, ഒരു ഇറ്റലി സിസ്റ്റേഴ്സ് അവിടെ എത്തുകയും അങ്ങനെ ന്യൂയോർക്കിലുള്ള ഇറ്റാലിയൻസ്, ഏറ്റവും പാവപ്പെട്ട ഇറ്റാലിയൻസിന് വേണ്ടി ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്രോവിൻസ്. ഒരു നൂറ്റാണ്ടിനുള്ളിൽ 21 രാജ്യങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യമുറപ്പിച്ച ഈ ഫ്രാൻസിസ്കൻ മിഷണറി സഹോദരിമാർ 1976 ഭാരതത്തിലെത്തുന്നത്. അതിനു മുൻപ് തന്നെ ഏറെ മലയാളികൾ അംഗങ്ങളായി ഉണ്ടായിരുന്ന ആ സമൂഹം വിജയവാഡയിലാണ് തങ്ങളുടെ ആദ്യ ഭവനം സ്ഥാപിച്ചത്. അന്നു മുതൽ 4 പതിറ്റാണ്ടുകൾക്കിടയിൽ ഒട്ടേറെ കേന്ദ്രങ്ങളിലായി സ്തുത്യർഹമായ സേവന പ്രവർത്തനങ്ങളിലൂടെ ഈ സമൂഹം മുന്നേറുന്നു. ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമുള്ള ഈ സഹോദരിമാരുടെ സേവനങ്ങൾ മാതൃകാപരമാണ്. ഇന്ന് ഞങ്ങളുടെ സഭ 21 രാജ്യങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങൾ ഇന്ത്യയിൽ വന്ന സമയം 1976 ജനുവരി 26 ഞങ്ങൾ ഇന്ത്യയിലെത്തുന്നത്. എത്തിയത് വിജയവാഡ ഡയസിസിലെ മസിലിപ്പട്ടണം എന്ന സ്ഥലത്തായിരുന്നു. ഞങ്ങൾ 4 പേരാണ് ആദ്യം വന്നത്. ഞങ്ങൾക്കിപ്പോൾ ഇന്ത്യയിൽ 19 കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ബോംബെ, മദ്രാസ്, ജാർഖണ്ഡ്, അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, കേരള എന്നിവിടങ്ങളിലാണ് ഞങ്ങൾ പ്രധാനമായും ഞങ്ങളുടെ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നത്. കേരളത്തിൽ മഞ്ചേരിയിലും കോട്ടയത്തും ഞങ്ങൾക്ക് ഹൗസുകളുണ്ട്. കോട്ടയത്തും ഓൾഡ് ഏജ് ഹോമാണ്. അവിടെ ചെറിയൊരു രീതിയിലാണ് ഓൾഡ് ഏജ് ഹോം മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ പ്രധാനമായും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് പാവപ്പെട്ട കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് അവരെ പഠിപ്പിക്കുകയും അവർക്ക് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആതുര ശുശ്രൂഷയുമുണ്ട്. ആന്ധ്രയിൽ
2 സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നു. കുത്തുകല്ലുങ്കൽ ജോർജ് എന്ന കുഞ്ഞേട്ടനും ഭാര്യ മേരിയുമാണ് ഈ സമൂഹത്തിൻ്റെ കേരളത്തിലേക്കുള്ള ആഗമനത്തിനു വഴിയൊരുക്കിയത്. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ തങ്ങൾക്കുണ്ടായിരുന്ന സ്ഥലം അവർ ഈ മിഷണറി സഹോദരിമാർക്ക് നൽകുവാൻ തീരുമാനിച്ചു. അത് വലിയൊരു ദൈവിക പദ്ധതിയുടെ ആരംഭമായിരുന്നു. തിരുഹൃദയത്തിൻ്റെ ഫ്രാൻസിസ്കൻ മിഷണറി സഹോദരിമാരുടെ കേരളത്തിലെ ആദ്യ ഭവനമായിരുന്നു അത്. 1989 അവിടെ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അവർ തുടക്കം കുറിച്ചപ്പോൾ ആ ഭവനം ഒരു ഫോർമേഷൻ ഹൗസായിരുന്നു. തുടർന്ന് ഒരു ഹോസ്റ്റലായും പിന്നീട് വൃദ്ധസദനമായും അത് മാറി. 1989 ഏപ്രിൽ 27 ഞങ്ങളുടെ ബെനഫാക്ടർ കുഞ്ഞേട്ടനും മെരിച്ചേച്ചും തന്ന ഈ സ്ഥലത്തേക്ക് ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഈ മഞ്ചേരിയിൽ ഏറ്റവും അത്യാവശ്യമായി ഒരു സ്ഥാപനം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങളെ ഇവിടേക്ക് വിളിച്ചെന്ന് ഞങ്ങളെ അറിയിച്ചു. ആ സമയത്ത് ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ ഇങ്ങനെ എഡ്യൂക്കേഷനിലായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതലും, പിന്നെ ആശുപത്രികളിലും. അങ്ങനെ ഇവിടെ ഒരു പ്രൊബേഷൻ ഹൗസായി തുടങ്ങുകയും അതിനുശേഷം അത് ഹോസ്റ്റലാകുകയും പിന്നെ ഒരു ഏജ്ഡ് ഹോം ആയിത്തീരുകയും ചെയ്തു. ഏറെയും അക്രൈസ്തവരായ ഒരു വലിയ സമൂഹത്തിൻ്റെ മധ്യത്തിൽ സ്ഥാപിക്കപ്പെട്ട ശാലോം മാതാഭവനത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി മറ്റൊന്നായിരുന്നു. ഒരിക്കലും തന്നെ ഈ മിഷണറി സമൂഹം ചിന്തിച്ചിരുന്നില്ലാത്ത ആ ശുശ്രൂഷാ മേഖലയിലേക്ക് ദൈവം അവരെ കൈപിടിച്ച് നടത്തിയത് അത്ഭുതകരമായാണ്. 2010 അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ ആ ഭവനം മനോരോഗികൾക്കുള്ള ഒരു ആശ്രയ സങ്കേതമായി പരിഷ്കരിക്കപ്പെട്ടു. ഒരു വലിയ സമൂഹ മധ്യത്തിൽ ദൈവിക കരുണയുടെ വക്താക്കളാകുവാനുള്ള അവരുടെ നിയോഗം അവിടെ പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു. 2010 ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു. ഓൾഡ് ഏജ് ഹോമിൽ കുറച്ച് പേരെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും വേറെ ഒരു പരിപാടി കൂടെ തുടങ്ങണമെന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ മനോരമ പേപ്പറിൽ നിന്ന് വായിച്ചത് ഒരു രോഗി, ഒരു വ്രണമായി കാല് പുഴുകൊണ്ട് നിറഞ്ഞ ഒരു ലേഡി ഇങ്ങനെ ഒരു സ്ഥലത്ത് കിടപ്പുണ്ട്, ആരെങ്കിലും നല്ല ഹൃദയമുള്ളവർ വന്ന് സഹായിക്കണമെന്നുള്ള ഒരു പേപ്പറിൽ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ സിസ്റ്റർ മിനിയും സിസ്റ്റർ ജിമിനിയും സിസ്റ്റർ ലിസിയും കൂടെ പഞ്ചായത്ത് മെമ്പറും കൂടെ ഈ ലേഡിയെ കാണാനായിട്ട് പോകുന്നു. അവിടെ ചെന്നപ്പോൾ ആ ലേഡി ഞങ്ങളെ കണ്ടപ്പോഴേ പറഞ്ഞു, ഇത് യേശുവിൻ്റെ സിസ്റ്റേഴ്സാണ്, അവരുടെ കൂട്ടത്തിൽ ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് പെട്ടെന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ വണ്ടിയിൽ കയറിയിരുന്നു. ഇവിടെ ഒരു രാത്രി 8 മണി ആയപ്പോഴാണ് ഇവിടെ വരുന്നത്. ആ ലേഡി മാനസിക രോഗിയാണെന്നുള്ളത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. അത് രാത്രി മുഴുവനും ഭയങ്കര പാട്ടും ഭയങ്കര സംസാരമായി തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യം ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഉടനെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി മരുന്നുകളൊക്കെ ഡോക്ടർ എഴുതി തന്നു. ഞങ്ങൾ ചികിത്സ തുടങ്ങി. പിന്നെ ഞങ്ങൾ കാല് നിറച്ച് വ്രണമായിരുന്നു. അതിൽ ധാരാളം പുഴുക്കൾ. കുറേ നാളുകൾ ചികിത്സ ചെയ്തിട്ടും ഭേദമായിട്ടില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു കാല് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പലരുടെ സഹായം അപേക്ഷിച്ചു. അങ്ങനെ അവൾക്ക് ഓപ്പറേഷൻ ചെയ്ത് കാല് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പം അവൾ ഒരുവിധം സുഖമായി അവളുടെ വീട്ടിലേക്ക് അവളെ തിരിച്ചു വിട്ടു. തുടർന്നുള്ള പരിമിതമായ കാലയളവിൽ ശാലോം മാതാഭവൻ അഭയം നൽകിയ മാനസിക രോഗികൾ 200-ലധികമാണ്. ഏറെപ്പേരും
അനാഥരായ അന്യദേശക്കാർ. ഈ ഭവനത്തിലെ സ്നേഹപൂർണമായ പരിചരണങ്ങളിലൂടെ രോഗവിമുക്തി നേടിയ ഏറെ പേർ തിരികെ വീടുകളിലേക്ക് മടങ്ങി. മറ്റനേകർക്ക് സമാധാനപൂർണമായ ഒരു മരണക്കിടക്കെ ഒരുക്കുവാൻ ഈ സഹോദരിമാർക്ക് കഴിഞ്ഞു. ഇവരുടെ സ്നേഹത്തണലിൽ കഴിയുന്ന അനേക ആത്മാക്കൾ സന്തോഷവും സമാധാനവും അനുഭവിച്ച് ജീവിക്കുന്നു. ഇപ്പോൾ എല്ലാവരും തന്നെ ഈ സ്ഥാപനത്തെ പറ്റി അറിയാൻ തുടങ്ങി. അപ്പോൾ പലരും വീടുകളിൽ നിന്ന് ഫോൺ ചെയ്ത് ചോദിക്കാൻ തുടങ്ങി, ഇന്നവരെ എടുക്കാവോ, ഇന്നവരെ അസുഖമുണ്ട് എന്നും പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഇപ്പം ഇവിടെ 68 പേരുണ്ട്. അവരെല്ലാവരും തന്നെ ഒരുവിധം നല്ലപോലെ മരുന്ന് രാവിലെയും വൈകുന്നേരവും അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർ ഒരുവിധം നല്ല രീതിയിൽ ഇതായിരുന്നു. അവർക്ക് ചില ജോലി ചെയ്യാനും സ്നേഹമായിട്ട് പെരുമാറാനും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അവരോട് സ്നേഹത്തോടെ പെരുമാറാനും അങ്ങനെയൊക്കെ അവർ പഠിച്ചിരുന്നു. പോലീസ് വഴിയും സോഷ്യൽ വർക്കേഴ്സ് വഴിയും മാധ്യമങ്ങൾ വഴിയും നമ്മൾക്കിവിടെ പേഷ്യൻസിനെ കിട്ടി. അന്ന് തുടങ്ങി ഇവിടെ വന്ന പേഷ്യൻസിൻ്റെ ഒരു 100-200 പേരോളം വന്നിട്ടുണ്ട്. അതിൽ 10-30 പേരെ നമ്മൾ അസുഖങ്ങൾ ഭേദമാക്കി അവരുടെ കുടുംബങ്ങളിലേക്ക് അയച്ചു. 10-20 പേര് മരിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന്. നല്ല ഹ്യൂമൻ ഡിഗ്നിറ്റിയിൽ അവരെ അന്ത്യശ്വാസം വലിക്കുന്ന സമയം വരെ സിസ്റ്റേഴ്സ് ശുശ്രൂഷയിലായിരിക്കുവാനും അവരെ അങ്ങനെ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. അന്ന് തുടങ്ങി നമ്മളുടെ ഈ ശുശ്രൂഷയിൽ ഈ മാനസിക രോഗികൾക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ലോകത്തിൽ ഏറ്റവും ഒരു തൃപ്തികരമായ ജോലിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രവർത്തിക്കുന്നത്. ഈ ഭവനത്തെ അടുത്തു വീക്ഷിക്കുന്ന അനേകർ ഇവരുടെ പ്രവർത്തനങ്ങളെ ഏറെ വിസ്മയത്തോടെയാണ് വിലയിരുത്തുന്നത്. ഒരുപക്ഷേ മാനുഷികമായി അസാധ്യമെന്ന് തോന്നിയേക്കാവുന്നവയാണ് ഇവിടെ ഇവരുടെ നേട്ടങ്ങളായി മാറുന്നത്. കേവലം വിരലിലെണ്ണാവുന്ന സന്യാസിനിമാർ 70ഓളം വരുന്ന പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ള അന്തേവാസികളെ ഏറ്റവും ആരോഗ്യകരമായി ഈ ഭവനത്തിൽ പരിപാലിക്കുന്നു. ഷാലോം മാത ഓർഫനേജിനെ പറ്റി ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതത്തോടു കൂടി മാത്രമേ ഇവരെ കാണാൻ പറ്റിയിട്ടുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏകദേശം 80 മുതൽ 90 വരെ അന്തേവാസികൾ ഇവിടെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും. ഇതിൽ 90% പേരും മാനസിക രോഗികളാണ്. ജാതി മത ഭേദമന്യേ എല്ലാ തരത്തിൽപ്പെട്ട ആളുകളും എല്ലാ വയസ്സിൽപ്പെട്ട ആളുകളും ഇവിടെ കാണാറുണ്ട്. പക്ഷേ എന്താ എന്നെ അത്ഭുതപ്പെടുത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം വളരെ ഭംഗിയായി അവർ പരിപാലിച്ചു കൊണ്ടുപോകുന്നതാണ്. അവരുടെ റൂമുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും വൃത്തിയായിട്ടിട്ടിരിക്കുന്നു, ഭക്ഷണമെല്ലാം കൃത്യമായിട്ടിരുന്നു, മരുന്നുകളെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നു. പക്ഷേ ഇവർ 3-4 പേരെ ആളുകളാണ്, ഈ കന്യാസ്ത്രീകൾ മാത്രമാണ് ഇവരെ നോക്കാനുള്ളത്. ഞാൻ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. സാധാരണഗതിയിൽ മാനസിക രോഗികളെ ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്യാറുണ്ട്, നോക്കാറുണ്ട്. പക്ഷേ അവരെയൊക്കെ നോക്കണമെങ്കിൽ ഇത്രയും ആളുടെ നോക്കണമെങ്കിൽ മിനിമം 20 മുതൽ 30 പേരെ സ്റ്റാഫ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. ഇവർ എങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത് എനിക്ക് അത്ഭുതം ഉണ്ടാകാറുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണോ അതോ ഇവരുടെ കഠിനാധ്വാനമാണോ എന്താണ് അതിനെ കൊണ്ടുപോകണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇവർ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് ഏറ്റവും സുത്യർഹമായ ഒരു സേവനമാണ്. മാനസിക രോഗികളെ ആർക്കും വേണ്ട, അത് സമൂഹത്തിലും വേണ്ട, കുടുംബത്തിലും വേണ്ട. അവരെ നോക്കി പരിപാലിച്ച് അവർക്ക് ആവശ്യമുള്ള മരുന്ന് കൊടുത്ത് അവരെ നടക്കിക്കൊണ്ടുപോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും ഈ രോഗികളെ കാണാനും ഈ രോഗികളെ ശുശ്രൂഷിക്കാനും ഇവർക്ക് മരുന്ന് കൊടുക്കാനും ഞാൻ വരാറുണ്ട്. വളരെ 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 തൃപ്തികരമായ രീതിയിലുള്ള ആ ഒരു സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഓർഫനേജിൽ നോക്കുന്ന പോലെയല്ല ഇവിടെ നോക്കുന്നത്. ഏറ്റവും ഭംഗിയായിട്ട് നോക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. നമ്മുടെ സമൂഹത്തിന്, പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹത്തിന് ഏറ്റവും വളരെ എന്താ പറയുക, ഏറ്റവും ഒരു സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇത്. നീണ്ടകാലം നിലനിൽക്കണം. ഇവിടുത്തെ കന്യാസ്ത്രീകളും ഇവിടുത്തെ ബാക്കിയുള്ള സ്റ്റാഫുകളും നമ്മുടെ സമൂഹത്തിന് ഒരു മാതൃകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഠിനമെന്ന് തോന്നിയേക്കാവുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളിലും തങ്ങൾക്ക് സഹായകമാകുന്നതും ശക്തി പകരുന്നതും ദിവ്യകാരുണ്യമാണെന്ന് ഈ സന്യാസിനിമാർ ഒരേ സ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു.
ദിവസവും മണിക്കൂറുകളോളം ആ അഭയസ്ഥാനത്തെത്തി ശക്തി സ്വീകരിക്കുന്നതിനാൽ തന്നെ ഒരു പ്രതിബന്ധങ്ങളും തങ്ങളെ വേട്ടയാടാറില്ല എന്ന ഇവരുടെ വാക്കുകൾ ഈ ലോകത്തിന് മുഴുവൻ പ്രത്യാശ പകരുന്നവയാണ്. ദിവ്യകാരുണ്യ ആരാധനയാണ് ഞങ്ങളുടെ ശക്തി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഞങ്ങളുടെ ചാപ്പലിലുള്ള ഞങ്ങളുടെ പ്രെയറും ആരാധനയും. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഞങ്ങളുടെ കഴിവുകൾ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ദൈവമാണ് ഞങ്ങളെ ഓരോ നിമിഷവും പരിപാലിക്കുന്നതും ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്ത് ജീവിക്കാനുള്ള ശക്തി കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. മാനസികമായും ശാരീരികമായും ഏറെ വേദനകളിൽ കഴിയുന്ന അന്തേവാസികളും ദീർഘമായി തന്നെ ഈ ആരാധനാലയത്തിൽ പ്രാർത്ഥനകളിൽ മുഴുകാറുണ്ട്. അവരുടെ രോഗസൗഖ്യത്തിനും അതിജീവനത്തിനും മാത്രമല്ല, അനേകരുടെ നിയോഗങ്ങൾക്കുമേലുള്ള ദൈവിക ഇടപെടലുകൾക്കും ഈ പ്രാർത്ഥനകൾ കാരണമാകുന്നു. ഇവിടെ നിന്നും ഉയരുന്ന മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ കൈവന്ന രോഗശാന്തികൾക്കും മറ്റും സാക്ഷ്യങ്ങളേറെയുണ്ട്. നമുക്ക് രാവിലെ ഇവിടെ 9 മണി തുടങ്ങി വൈകുന്നേരം 5 മണി വരെ ദിവ്യകാരുണ്യ ആരാധനയുണ്ട്. അതെല്ലാവരും തന്നെ സഹകരിക്കും. പിന്നെ 9 മണിക്ക് കരുണക്കൊന്തയും അത് കഴിഞ്ഞ ശേഷമാണ് ആരാധന. ഈ ആരാധനയിൽ ധാരാളം പേർ നമ്മളോട് മധ്യസ്ഥ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥന വഴി ധാരാളം അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. 12 വർഷമായി ഒരു ലേഡിക്ക് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നു, പ്രാർത്ഥിക്കുവാനും പറഞ്ഞ് അവർ നമ്മളോട് ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞതിന് ശേഷം അവർ നമ്മളോട് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അതുപോലെ തന്നെ വിവാഹം തടസ്സങ്ങളുള്ളവർക്ക് പ്രാർത്ഥന ആവശ്യപ്പെട്ടു. അതും 1-2 മാസത്തിന് ശേഷം അവർക്ക് സാധിച്ചു കിട്ടി. ഈ മക്കളോട് കൂടിയുള്ള പ്രാർത്ഥന അനുഭവം ഒത്തിരി വലുതാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മതഭേദമെന്നെ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വരികയും എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഞങ്ങൾ പ്രാർത്ഥന ചെയ്യുന്നത്. അത് ഒത്തിരി ഫലപ്രദമാണ്. ഞങ്ങളോട് ഒത്തിരി പേർ പ്രാർത്ഥന സഹായങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. നിലമ്പൂരിൽ നിന്ന് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് അവൾക്ക് കണ്ണിന് അസുഖം ബാധിക്കുകയും അവളുടെ ഡോക്ടറെ സമീപിച്ചപ്പോൾ അവളുടെ ഞരമ്പുകൾക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു, ഇനിയും ഓരോ ദിവസം കണ്ണുകൾ അടഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ, അത് തുറക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഓൾറെഡി പ്രിസ്ക്രൈബ് ചെയ്തു. ഒരു ദിവസം ഞങ്ങളുടെ അടുത്ത് വരികയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിക്കുകയും ചെയ്തു. 1 മാസം കഴിയുമ്പോൾ ഡോക്ടറെ കാണാൻ തിരിച്ചു പോകും. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ബാംഗ്ലൂരിൽ പോയി ഡോക്ടറെ കാണുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ പറഞ്ഞു, പോയി 1 പ്രാവശ്യം കൂടി സ്കാനിങ് ചെയ്യുക, എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. അപ്പോൾ ഞരമ്പുകൾക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്, ബലം പ്രാപിച്ചിട്ടുണ്ട്, ഒരു ഇഞ്ചക്ഷനും കൂടി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ 3 ദിവസത്തെ ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കുട്ടിയുടെ കണ്ണ് തുറക്കുകയും അത് തിരിച്ചു വന്ന് ഞങ്ങളോട് സാക്ഷ്യം പറയുകയും ചെയ്തു. അതൊരു വളരെ ഒരു വലിയ അനുഗ്രഹമായി ഞങ്ങൾ കരുതുന്നു. പ്രാർത്ഥനയുടെ ഫലം ഒത്തിരി പേരും അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് ഇവിടെ പ്രാർത്ഥന സഹായം ചോദിച്ചു വന്നിട്ടുണ്ട്. അവരെല്ലാം നന്ദിയായി തിരിച്ചു വരികയും പല സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. ഈ ഭവനത്തിലെ പ്രാർത്ഥനാപൂർവമായ അന്തരീക്ഷവും കാരുണ്യത്തോടെയും സ്നേഹതീഷ്ണതയോടെയുമുള്ള സഹോദരിമാരുടെ ഇടപെടലുകളും പരിചരണങ്ങളും അന്തേവാസികൾ ഏറെ വിലമതിക്കുന്നു. സ്വന്തം ഭവനം പോലെ തന്നെ വലിയ അടുപ്പത്തോടെയാണ് അവർ ശാലോം മാതാഭവൻ എന്ന തങ്ങളുടെ ആശ്രയ സങ്കേതത്തെക്കുറിച്ച് പങ്കുവെക്കുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് 6 വർഷമായി. ഇപ്പം സിസ്റ്റർമാരെല്ലാവരും നല്ല കാര്യമായിട്ട് നോക്കുന്നുണ്ട്.
വലിയ പണിയൊന്നുമില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച്, വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഇങ്ങനെ പള്ളിയിലും പോയി ഈശോയെ സ്വീകരിച്ച് എന്നും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഞാൻ സുസ്മാന് പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെ അനുസരിച്ച് ഇങ്ങനെ പോവുകയാണ്. പിന്നെ സിസ്റ്റർമാർക്ക് എന്നെ വലിയ കാര്യമാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, കുറച്ച് റബ്ബർ മാത്രമുണ്ട്. അത് വെട്ടി ഷീറ്റ് കിട്ടിയെങ്കിൽ ആ പൈസയേ ഉള്ളൂ ഞങ്ങൾക്ക് കഴിയാൻ. ബാക്കി ഞങ്ങൾ പിന്നെ മറ്റ് മക്കളുടെ സഹായം കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത്. പിന്നെ ഞാനിങ്ങനെ സിസ്റ്റർമാരുടെ സംരക്ഷണയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. തികച്ചും ദൈവപരിപാലനയിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു നീങ്ങുന്ന ഈ ഭവനത്തിന്റെ എല്ലാവിധ ചെലവുകൾക്കും ആവശ്യമായ ധനം അത്ഭുതകരമായാണ് സമാഹരിക്കപ്പെടുന്നത്. ശാലോം മാതാഭവന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചറിഞ്ഞ് സഹായസന്നദ്ധരായെത്തുന്ന കുറെ നല്ല മനുഷ്യർ മാത്രമാണ് എല്ലാ പ്രവർത്തന ചെലവുകൾക്കും പിന്നിൽ. ഒരു കുറവുമില്ലാതെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് തങ്ങളെ പരിപാലിക്കുന്ന കാരുണ്യവാനായ ദൈവത്തെ ഈ സമൂഹം മഹത്വപ്പെടുത്തുന്നു. ഈ സ്ഥാപനത്തിൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെങ്കിലും യാതൊരുവിധ സഹായവും ഗവൺമെൻറ്റിൽ ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ സഭയിൽ നിന്നും യാതൊരുവിധ സഹായവുമില്ല. പക്ഷേ നാട്ടുകാരുടെയും പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് ഇവിടെയുള്ള അക്രൈസ്തവരായ ഒത്തിരി ആളുകളുടെയും സഹായത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓരോ ദിവസവും ഓരോരുത്തർ ഫോണിലൂടെ വിളിച്ച് ചോദിക്കുകയും ഇവർക്ക് പല ദിവസങ്ങളിലും ഭക്ഷണവും സാധനങ്ങളും വസ്ത്രവും ഒത്തിരി സഹായങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കഴിവല്ല, ദൈവമാണ് ഈ ഭവനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് വരെ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാം ഒന്നും ഞങ്ങളെ മിടുക്കല്ല, ഞങ്ങളുടെ കഴിവല്ലെന്ന് ഞങ്ങൾക്ക് ഓരോ ദിവസവും മനസ്സിലാകുന്നുണ്ട്. ദൈവത്തിൻ്റെ ഓരോ കരുണയും ഈ കരുണയുടെ വർഷത്തിൽ പ്രത്യേകിച്ചും ഞങ്ങൾ കാണുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. കാരണം ഇവിടെ വരുന്ന മക്കളെയും ഇവിടെ ഞങ്ങളെ കാണാൻ വരുന്ന ഓരോരുത്തരെയും കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടും കേട്ടില്ലാത്ത ആൾക്കാരാണ് ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങൾക്ക് ഈ മക്കൾക്ക് വേണ്ടി സഹായം ചെയ്യുകയും അവരെ ശുശ്രൂഷിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി തരികയും ചെയ്യുന്നത്. അക്രൈസ്തവരായ ഒരുപാട് പേര് നമ്മളെ സഹായിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഞങ്ങൾ ഒരുപാട് കാര്യമാണ്. എന്താവശ്യമുണ്ടെങ്കിലും ആ മക്കളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഓടിയെത്തുന്നുണ്ട്. ഈ സ്ഥാപനത്തെ പറ്റി പറഞ്ഞാൽ ശാലോം മാതാ ഭവൻ എന്നാൽ അതിൻ്റെ സമാധാനത്തിൻ്റെ ഭവനം എന്ന് മാത്രം ഞങ്ങൾ കരുതി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരുമെന്നുള്ള കുറച്ച് വിശ്വാസത്തിൽ ഞങ്ങളുടെ കാര്യസ്ഥം കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ സ്നേഹം പങ്കെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് ആ സ്നേഹം കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ആദർശം. അതുപോലെ തന്നെ അങ്ങനെ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപരിചിതമായ ഒരു സമൂഹമധ്യേ ദൈവകരുണയുടെ പ്രവാഹമായി മാറുവാൻ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഒരു സന്യാസിനി സമൂഹം. അവിടെ അവർ നിശബ്ദമായി അളവുകളില്ലാത്ത ദൈവസ്നേഹം ലോകത്തിലേക്കൊഴുക്കുകയാണ്. അനേക ആത്മാക്കൾക്ക് സാന്ത്വനവും ലോകത്തിന് മുഴുവൻ പ്രത്യാശയും പകരുന്ന ഈ സഹോദരിമാർക്ക് പ്രാർത്ഥനകൾ കൊണ്ടും പിന്തുണ കൊണ്ടും ശക്തി പകരുവാൻ നമുക്ക് പരിശ്രമിക്കാം.